റെയിൽവേയുടെ സമയനിഷ്ഠയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വൈകി ഓടുന്ന ട്രെയിൻസ് ഇന്ന് സർവ്വസാധാരണമാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ട്രെയിൻസ് ക്യാൻസൽ ചെയ്യാൻ അധികൃതർക്ക് ഒരു മടിയുമില്ല. ഇതുകൊണ്ട് വലയുന്നതാരാ? ദീർഘദൂര യാത്രക്കാരായ സാധാരണക്കാർ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്ന് മുഷിയുമ്പോൾ ഈ യാത്രക്കാർ പരസ്പരം പരിചയപ്പെടാറുണ്ട്. ആ പരിചയം പിന്നീട് സുദൃഢമായൊരു ബന്ധമായി കലാശിക്കാറുണ്ട്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള ഏതാനും യാത്രക്കാരെയും ആ സ്റ്റേഷൻ പരിസരത്തെ ശബ്ദ കോലാഹലങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടോ ചേട്ടോ എന്താണോ? ചേട്ടനല്ലേ ഏട്ടാ? മറ്റേ ചേട്ടന് ലീവ് കിട്ടിയിട്ടില്ല. പുള്ളി ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വരുമെന്നാ പറഞ്ഞത് എന്നോട്. ഏത് ചേട്ടൻ? കഴിഞ്ഞ ദിവസം എഴുത്തുണ്ടായിരുന്നു. ഏത് ചേട്ടൻ? ചേട്ടന്റെ മൂത്തേട്ടനാ? ചേട്ടന്റെ മൂത്തേട്ടന്റെ കാര്യമല്ല പറഞ്ഞത്, മറ്റേ ചേട്ടനാണെന്ന്. ചേട്ടോ ഇവിടെ ചേട്ടനാണ്. ആ പോയ ട്രെയിൻ ഏതാ? അത് റെയിൽവേയുടെ ഇന്നലെ പോയ ട്രെയിനാണ്. ഒരു ദിവസം ലേറ്റ് ആണ്. അത് ചോദിക്കാനാണ് മദ്രാസ്. എന്നോട് ചോദിച്ചാ പോരെ? ഏത് ഇപ്പൊ പറഞ്ഞ കാര്യമാണെങ്കിൽ ചേട്ടൻ 2 ദിവസമായിട്ട് ഇരിക്കണം. അതാ ചോദിക്കാൻ ഞാൻ. അത് ശരിയാണ്. ഇങ്ങനെ 5 ദിവസം ഇരിക്കണം. 5 ദിവസം? 6ാമത്തെ ദിവസം. അതെ. ചേട്ടൻ അങ്ങോട്ട് ഞാനും മദ്രാസിലേക്കാണ്. ആ ട്രെയിന് പോയാൽ മതിയായിരുന്നല്ലോ. എനിക്ക് 6 ദിവസം മുമ്പുള്ള ട്രെയിലർ റിസർവേഷൻ. അതിൽ കയറി എന്നെ പിടിച്ച് പുറത്താക്കും. കേട്ടില്ലേ? ആ ട്രെയിൻ എപ്പോഴാണ്? അത് നീ കവടി വാരി വെച്ച് നോക്കണം എപ്പോ വരും എന്നുള്ളത്. റെയിൽവേയുടെ കാര്യമല്ലേ. അവിടെ മദ്രാസിൽ എന്ത് ചെയ്യുന്നു? മദ്രാസിൽ എന്ത് ചെയ്യുന്നു? ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുക. യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കല്ലേ? അതെ. വെരി ഗുഡ്. പരിചയപ്പെട്ട സന്തോഷം. കാണാനും പരിചയപ്പെടാനും സാധിച്ചല്ലോ, വളരെ സന്തോഷം. സുഖമില്ലാത്ത ആളാണ്. അതൊക്കെ പരിചയപ്പെട്ടത്. ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലായിട്ട് ഇപ്പൊ 2.5 വർഷമായി. നാട്ടിലെവിടെയായിരുന്നു? ഞാനിവിടെ എറണാകുളത്താണ് നാട്. എറണാകുളത്താണ് നാട്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഞാൻ 2 വർഷം ക്ലാസ് എടുത്തു. അതെ. മഹാരാജാസ് കോളേജിൽ നിന്ന് ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിലേക്ക് പോയി. ചങ്ങനാശ്ശേരി SP കോളേജ്? അതെ. പ്രൊഫസർ മാത്യു കൊള്ളപ്പോഴാണോ? ഇല്ല, മാത്സ് ഇല്ലാത്തപ്പോ. ചങ്ങനാശ്ശേരി SP കോളേജ് 1 വർഷം ക്ലാസ് എടുത്തു. ചങ്ങനാശ്ശേരി SP കോളേജിൽ നിന്ന് വീണ്ടും ഞാൻ എറണാകുളത്തേക്ക് വന്നു. എറണാകുളം ആൽബർട്ട്സ് കോളേജിൽ ക്ലാസ് എടുത്തു 2 വർഷം. ഇപ്പൊ ഞാൻ മദ്രാസിലാണല്ലേ? ഞാൻ ഇപ്പൊ മദ്രാസിലാണ്. അതെ. അപ്പൊ അവിടെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരിക്കും. എന്തോ അസോസിയേറ്റഡ് പ്രൊഫസർ? ആര്? ചേട്ടനോട് അസിസ്റ്റന്റ് പ്രൊഫസർ? അതോ ഫസ്റ്റ് ഗ്രേഡാ? ലെക്ചറാണ്. ഞാൻ പ്രൊഫസറും ലെക്ചർ ഒന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കോളേജില്ലേ, ഞാൻ പറഞ്ഞ ആ കോളേജിലെ ക്യാൻറ്റീനില്ലേ, ക്യാൻറ്റീൻ. ആ ക്യാൻറ്റീനിൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് പഴം പഴം പഴയ പഴം 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 പഴയ പഴം പഴയ പഴം വെള്ളം കൂടി വടാ. ഈ 6ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മാത്രമേ വിളിച്ചു പറയണത്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരൂലേ? 2 ആഴ്ച പഴക്കമുള്ള സാധനങ്ങളെല്ലാം 6ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ പാടും. അത് പറ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് പോകേണ്ട നമ്പർ 20 മദ്രാസ് മെയിൽ അല്പസമയത്തിനുള്ളിൽ 6ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പ്. മദ്രാസ് മെയിൽ 6 മണിക്കൂർ വൈകി ഓടുന്നതായിട്ട് ഇപ്പോൾ കിട്ടിയ അറിയിപ്പ്. സീറ്റ് പോകും. പിന്നെ 6 മണിക്കൂർ ഒരു പ്രശ്നമല്ല. പായവിരി കിടക്ക വിൽക്കാൻ നടക്കാണ്. കിടക്കാൻ നടക്കണല്ലോ. അല്ലടോ, ഇരുന്നിരുന്ന് മടുത്തപ്പോ പായ വിരിച്ച് കിടക്കാനുള്ള ഓർഡറാണ്. വിൽക്കാൻ നടക്കുന്നത്. ഞാൻ വിചാരിച്ചു പായ വിരിച്ച് കിടക്കാൻ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനമന്ത്രിയല്ലേ? ഇത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനമന്ത്രി, ഇത് കഴിഞ്ഞിട്ട് മുമ്പത്തെ ആഴ്ചയിലെ പ്രധാനമന്ത്രി, ഇത് വരാൻ പോണ പ്രധാനമന്ത്രിമാരെ സാമ്പിളുകൾ. അതാണ് പ്രധാനമന്ത്രിമാരൊന്നുമല്ല, ഇത് വെടിക്കെട്ടിൽ മരിച്ചവരുടെ പടമാണ്. ഞാനും വിചാരിച്ചു ഗ്ലാമർ ഇല്ലാതെ കണ്ടപ്പോ പ്രധാനമന്ത്രിമാരായിരിക്കും. എന്തെങ്കിലും തരണമ്മ. ഈ സംസാരിക്കാൻ കഴിവില്ലാത്തവന് എന്തെങ്കിലും തരണമ്മ. ഞാൻ കൊടുത്തിട്ടില്ല. അവൻ IRDP ലോൺ എടുത്ത് സ്വയം തൊഴിൽ കണ്ടുപിടിച്ചേക്കാനാണ്. ഇന്നാണ് ഞാൻ ബസ്സിനകത്ത് കണ്ടത്. ബസ് സ്റ്റോപ്പിൽ ഒരു ഇതുപോലെ സാറേ 2 കണ്ണും കണ്ടുകൂടാ സാറേ, 1 രൂപ തന്നെ കൊടുത്തായിരിക്കും. ഞാൻ പറഞ്ഞു നിന്റെ 1 കണ്ണ് കാണാനടാ പറഞ്ഞേ. അന്ന് 50 പൈസ തീരം പരിപാടിയാണത്. കൊള്ളാല. വയറ്റിലുള്ള നേഴ്സിന് അനുയോജ്യനായ പുരുഷനെ ആവശ്യമുണ്ട്. കുവൈറ്റിലുള്ളാന്ന് എഴുതിയേക്കണേ. ഞാൻ എവിടെ നോക്കിട്ടാ വായിക്കണത്? മാറിയൊന്നുമല്ല, എന്റെ മോളിൽ കിടപ്പുണ്ട്. കാണണ്ടേ? അത് കാണണ്ടേ? ഞാനും വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്താലും തന്നു. എന്റെ ദൈവമേ, ആദ്യം വിചാരിച്ചത് എന്താണ്? അയ്യോ, താൻ ചാരായം കുടിച്ചിട്ടുണ്ടല്ലേ? നാളെ പാടില്ല. ഞാൻ ചാരായം കൊണ്ട് മുഖം കഴുകി. എടോ, ചാരായം കുടിച്ചാൽ ശരീരം നശിച്ചു പോകുന്നു മരിച്ചുപോയ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. എന്താണ് മഹാത്മാഗാന്ധി മരിച്ച? ഇയാൾ ഏത് രാജ്യത്ത് ജീവിക്കണത്? ഞാൻ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല. ഇന്നത്തെ പേപ്പറാ? ഗാന്ധി മരിച്ചിട്ട് കൊല്ലത്രയായിടോ. താൻ ഏത് ലോകത്താണ്? അതെ. എടോ, മരിക്കണതിന് മുമ്പ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ചാരായം കുടിച്ചാൽ ശരീരം ക്ഷയിച്ചു പോകുന്നു.
എന്റെ പൊന്നെ ഏട്ടാ 25 വർഷമായിട്ട് മുടങ്ങാതെ ചാരായം കുടിക്കണേ ഞാൻ. ഒരു കുഴപ്പം എനിക്കില്ല ഇതുവരെ. എടോ ഞാനൊരു എക്സാമ്പിൾ പറയാം. പറഞ്ഞോ. അപ്പൊ തനിക്ക് മനസ്സിലാവും. പറഞ്ഞോ. 2 ഗ്ലാസ് വെള്ളം എടുക്കാം. അല്ല, ഒരു 2 കാലി ഗ്ലാസ് എടുക്കാം. ഒന്നില് വെള്ളം, ഒന്നില് ചാരായം. അപ്പൊ ഞാൻ ഒന്നില് വെള്ളം എടുക്കും, ഒന്നില് ചാരായം എടുക്കും. ആദ്യം ചാരായം വലിക്കും, പുറകെ വെള്ളം വലിക്കും. കുടിക്കണ കാര്യമല്ല പറയണേ, പരീക്ഷണോട്. പറഞ്ഞോ. ഒന്നില് ചാരായം, ഒന്നില് വെള്ളം. എന്നിട്ട് ജീവനുള്ള 2 പുഴുക്കളെ പിടിച്ചെടുക്കാം. ഓ, പരീക്ഷണത്തിന്. ഈ പുഴുക്കൾ ഒരെണ്ണത്തിലെ ചാരായത്തിലിട, ഒരെണ്ണത്തിലെ വെള്ളത്തിലിട. 5 മിനിറ്റ് കഴിഞ്ഞ് താ നോക്കിക്കോ, ചാരായത്തിലെ പുഴു ചത്തിട്ടുണ്ടാവും, വെള്ളത്തിലെ പുഴു ജീവനോടെ ഇരിക്കും. ഇതിന്ന് തനിക്ക് എന്ത് മനസ്സിലായി? അയാൾ പറയട്ടെ, മനസ്സിലായെന്ന് നോക്കാം. മുടങ്ങാതെ ചാരായം കുടിച്ചാൽ വയറ്റിലുള്ള പുഴുക്കളൊക്കെ ചത്തു പോകുന്നതാണ്. ഇയാളോട് സംസാരിക്കണ്ട. നല്ല വെള്ളം ഞാൻ അവസാനം തന്റെ കൂടെ കൂടിയാ കുടിക്കും. കൊടറിപ്പയറേ ദൈവമോ, കൊടറിപ്പയറേ. ഇതെന്ത് പയറാണ്? അമരപ്പയർ, തോരപ്പയർ, അച്ചിങ്ങപ്പയർ, ചെറുപയർ, വൻപയർ. ഇതെന്ത് പയറാണ്? കൊടറിപ്പയറേ. ഓ, കൊട റിപ്പയർ ചെയ്യുന്നാണ് പറയണത്. ഇറാഖിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്പെഷ്യൽ പയറായി. അല്ലെന്ന് മഴ പിടിച്ചല്ലേ ഉള്ളു. തവള പിടുത്തക്കാരും കുടന്നാക്കുന്ന ആൾക്കാരും ഇറങ്ങി. പൊന്നെ ഒന്നും പറയാം. പതുക്കെ കൊടയും പൊടി പറക്കും. പൊടി പറക്കും. അങ്ങനത്തെ ടൗലാണ്. എന്താണ് സാധാരണ ടൗലല്ല ഇത്. ഇത് 85 രൂപ 50 പൈസയുടെ ടൗലാണ്. അമേരിക്കനായിരിക്കും അല്ലേ? അമേരിക്കല്ല, പിന്നെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചാണ് ഈ എറണാകുളത്ത്. എന്റെ പൊന്നി ചേട്ടാ, കഴിഞ്ഞ ഓണം റിഡക്ഷൻ സെയിൽസിന് ഞാനൊരു ഷർട്ടിന്റെ തുണി എടുത്തു. എന്നാ ഒന്ന് നനച്ചു നോക്കിട്ട് തയ്ക്കാന്ന് കരുതി. നനച്ചു നോക്കിയപ്പോഴല്ല, ഇപ്പൊ ടൗലായിട്ട് ഉപയോഗിച്ചു. ഓഹോ, എത്ര ശതമാനമായിരുന്നു റിഡക്ഷൻ? 85%. ബാക്കി 15% വലിപ്പം. അങ്ങനെ പറയുമ്പോ നീളം കൂടുതലാണത്. അതാ ലാഭമായി പോയപ്പോ. എന്റെ ദൈവമേ, കച്ചവടക്കാരുടെ കാര്യവും. പുല്ലു പറിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. എവിടെ? പല്ലു പറിച്ച ഡോക്ടറെ. താൻ എന്ത് നോക്കിയ പേപ്പർ വായിക്കും? പായും പുയൊക്കെ ഇത്തിരി വലുതാക്കി ഇതാക്കിയൊക്കെ എഴുതിയേക്കണം. തനിക്ക് വായിക്കാറിയാൻ പറ്റില്ല, അത് പറഞ്ഞാൽ പോലെ. അറിയാൻ എന്റെ പൊന്നു ചേട്ടാ, കുടുംബം നോക്കൂല, കുട്ടികളെ നോക്കൂല, കുടുംബം മെനക്കെടൂല, ഭർത്താവിനനുസരിക്കില്ല. അഥവാ ഭർത്താവ് എന്തെങ്കിലും പറയാൻ ചെന്നാണ്ടല്ല, ഭർത്താവിനെ ചെലവൊക്കെ അടിക്കും. അതെ, ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ജന്മം കൊണ്ട് സ്ത്രീകളാണെങ്കിലും സ്വഭാവം കൊണ്ട് ചില ആണുങ്ങളുടെ സ്വഭാവം തന്റെ അയൽവക്കാരിയായിരിക്കും. അതായിരിക്കും ഇത്ര പരിചയം. ഏത്? അത് അയൽവക്കമല്ല, ഭാര്യയാണ്. അത് പറ. നാട് വിട്ടു പോയണയാള്, ഒളിച്ചു പോണയാള്. വെറുതെ വെറുതെ അല്ല. ഇപ്പോഴല്ലേ വിവരം മനസ്സിലായത്. സഹകരിച്ചാൽ സ്വാഗതം. എന്താണ് കുറെ നേരമായില്ല? കുവൈറ്റിലെ കാര്യം നോക്കിയാണ്. കുവൈറ്റിലെ കാര്യമൊന്നുമില്ല. താ കുറെ നേരമായില്ല. തനിക്ക് അപ്പുറത്തോട്ട് അത് മാർബിൾ സീറ്റാണ്. അപ്പുറത്തേക്ക് മാറി മാർബിളിന്റെ എടോ, അത് കാക്ക ഇട്ടിട്ട് മാർബിൾ ആക്കിയേക്കണേ. എക്സ്ക്യൂസ് മീ, ഈ പെട്ടി ഒന്ന് സൂക്ഷിച്ചോളൂ. സിസ്റ്റർ വെച്ചിട്ട് വേഗം വരാം. ശരി ശരി. ഒരു ബിൽസ് വാങ്ങിച്ചോട്ടെ. വാങ്ങിച്ചോളാം. ഈ പെട്ടി സൂക്ഷിച്ചാൽ മതി. കാശ് വേണ്ട. ഒരു പാക്കറ്റ് മേടിച്ചോ. ദൈവമേ, ഇത് കണ്ട? എന്താണ്? നല്ല മാണിക്കാത്തൊരു മാരുതിക്കാർ ഇടിച്ച് മലന്ന് കിടക്കണത്. പേപ്പർ തിരിച്ചു പിടിച്ച് നോക്കണോ? അത് കാറിന്റെ പരസ്യമാണ്. പേപ്പർ നോക്കാൻ അറിയാൻ പാടില്ല. പേപ്പർ നോക്കാൻ അറിയാൻ പാടില്ല. താനെന്തിനാ പേപ്പർ നോക്കണേ? പേപ്പർ നോക്കാൻ അറിയാൻ പാടില്ല. പിന്നെന്താണ്? അത് പേപ്പർ വെക്കുമ്പോ തല തിരിച്ചു വെക്കണം. തനിക്ക് പേപ്പർ വെക്കണം, അല്ലെങ്കിൽ തല തിരിച്ചു നോക്കാൻ അറിയാൻ പാടില്ല. സാധനം എടുത്ത് അതുപോലെ തന്നെ വെക്കണം. 1 രൂപ കൊടുത്താൽ ആ കൗണ്ടറിൽ ചെന്ന പേപ്പർ കിട്ടും. കാശ് കൊടുത്ത് മേടിക്കണം പേപ്പർ. അതെ, 1 രൂപ ഇല്ലാഞ്ഞിട്ടല്ല. എന്താണ്? അതെ, ഈ പെട്ടി പ്രമാണം വെച്ചിട്ട് അത് മേടിക്കാൻ വേണ്ടി ഞാനിവിടെ ഇരിപ്പില്ലേ? അതല്ല പ്രശ്നം. ഇങ്ങനെയുണ്ടല്ല പേപ്പർ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം, തമ്മിൽ സംസാരിച്ചാൽ മതി. മൂന്നാമതൊരാളെ തനിക്ക് എന്താ പറയുള്ളത് എന്നോട്? റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ നമ്മൾ പരിചയപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷനല്ല, എവിടെ വെച്ചാണെങ്കിൽ തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞു. ഇവിടെ ആരാന്റെ പേപ്പർ വാങ്ങിക്കരുത്. സ്വന്തമായിട്ട് നമുക്ക് ഒരു അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറയട്ടെ. അയാൾ പറഞ്ഞിട്ടാണ്. അല്ല, സ്വന്തമായിട്ട് തനിക്ക് എന്താ പ്രശ്നമുള്ള? എനിക്ക് വേണ്ട. ആ പേപ്പറും വേണ്ട, പഞ്ചായത്തും വേണ്ട, ഒന്നും വേണ്ട. കാണാം, മദ്രാസിൽ ചേട്ടാ ട്രെയിൻ വന്നു അപ്പുറത്ത്. ഒരാളെങ്കിലും ശരി ചേട്ടാ. എക്സ്ക്യൂസ് മീ, എന്റെ പേപ്പറിങ് വന്നേരും. അതെ, കരക്കാരെ പേപ്പർ വെച്ചിട്ടാണ് ഈ തകടം പറിച്ചില്ലേ? ഞങ്ങളെ അവിടെ. ഹലോ, സാർ, നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതെ, അഭിനയിക്കാനുള്ളവരൊക്കെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എത്ര വൈകിയത്? കുറച്ച് ലേറ്റ് ആയി ആണല്ലേ? ഇവിടെ താൻ ഇവിടെ പോയി കിടക്കായിരുന്നു. ഇവിടെ നാളെ ഷൂട്ടിംഗ് ആരംഭിക്കണം. ആയിക്കോട്ടെ. അഭിനയിക്കാനുള്ളവർ എത്തിയിട്ടില്ല, പാട്ട് പാടാനുള്ളവർ എത്തിയിട്ടില്ല. എല്ലാരും എത്തിയിട്ടുണ്ട്. നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടില്ലേ? അതനുസരിച്ച് എല്ലാരും എത്തിയിട്ടുണ്ട്. എന്നാ ഓരോരുത്തരായിട്ട് കൊണ്ട് വിളിക്കേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരാരും പറ്റിയില്ലെങ്കിലേ ഞാൻ തന്നെ സാറിന്റെ സിനിമയിൽ നായകനായാലോ? ഞാനൊരു ചിമ്പാൻസിയെ വെച്ചുള്ള സിനിമയല്ലേ എടുക്കുന്നത്, മനുഷ്യനെ വെച്ചുള്ള സിനിമയാണ്. അതുകൊണ്ട് താൻ വേണ്ട. ഒരു അടിപൊളി ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ആളെങ്ങനെയുണ്ട്? മോഹൻലാൽ. അയ്യോ, മോഹൻലാലിന്റെ പടത്തിന്റെ ഡേറ്റ് എന്നോ? മോഹൻലാൽ അല്ല, ഒരു പഴയ മോഹൻലാൽ. അതായത് പണ്ട് കാലത്ത് മോഹൻലാലിന്റെ ഫിഗറിലാണ് പുള്ളി വന്നേക്കണം. പുള്ളി ഈ സിനിമയിൽ ചിലപ്പോ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാല്ല. എന്നൊരു കാര്യം ചെയ്യാം, പഴയ മോഹൻലാലിനെ കൊണ്ട് വിളിക്ക്. ഇനി ഞാൻ പറയുന്നു അയാളും പറ്റില്ലെങ്കിൽ ഞാൻ താൻ പഴയ മോഹൻലാൽ പഴയ മോഹൻലാൽ കടന്നു വാ. തൊഴുകൈ
കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയാണോ? ഞാൻ തന്നെയാണോ ഈ സിനിമയിലെ നായകൻ? താൻ തന്നെയല്ലേ ഈ സിനിമയിലെ നായകൻ? വേറൊരാളാണ് സിനിമയിലെ നായകൻ. താൻ നായകനാണെങ്കിൽ കുളിച്ച് ഫ്രഷായിട്ട് മുടിയൊക്കെ പിടിച്ച് വിനയത്തി പാടാപ്പാ പോടാ. സാറേ, മെമിക്രിക്കാരും ചെയ്യാത്തൊരു വെറൈറ്റി സംഭവം ഞാൻ ചെയ്യാം. എന്താ? രണ്ടുറുമ്പുകൾ തമ്മിൽ കടികൂടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. അത് മിമിക്രി ഒരു വെറൈറ്റി പിന്നെ ഈ പട്ടികൾ കടികൂടുന്നത് പൂച്ച കടികൂടുന്നോ കണ്ടിട്ട് ഈ ഉറുമ്പുകൾ തമ്മിൽ കടികൂടുന്നത് കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ സിനിമയിലെ നായകനാക്കി. ആക്കിയിരിക്കുമല്ലോ. ഓക്കെ, അടുത്തു വാ, അടുത്തു വാ, അടുത്തു വാ. ഇതുകൊണ്ടുണ്ട് മറ്റൊന്നിപ്പോ മറ്റൊന്നെ കടിച്ചു വെറൈറ്റി ആയിട്ടാണ് മിമിക്രിയിൽ ഒറ്റ ചവിട്ടിന് കൊന്നുകളഞ്ഞാലുണ്ടല്ലോ. എടോ സ്വബോധമുള്ള ആരുമില്ലേ? ഉണ്ട്. ആരാ? എന്റെ അമ്മാവന്റെ മകള് വന്നിട്ടുണ്ട്. അമ്മാവന്റെ? പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ? അവള് നായികയായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നായകനാകണതാണ്. എടോ അതൊരു കാര്യം, അമ്മാവന്റെ മകളെ അങ്ങോട്ട് വിളിക്കേ. ശരി, എന്നെ നായകനാക്കുന്നത് അവള് വിളിച്ചിരിക്കും. ലിക്സി കടന്നു നോക്കാം. ലിക്സി എന്നാണ് അവിടെ പേര്. ഈ കുട്ടിയാണല്ലേ? കുട്ടി അഭിനയിക്കുകയാണോ പാട്ട് പാടാൻ? എന്താ എന്താ പരിപാടി? എന്താ പാട്ട് പാടും? ഗായികമാരുടെ ശബ്ദം അനുകരിക്കും. എന്നാ ആദ്യമായിട്ട് ആരുടെ ശബ്ദം അനുകരിച്ച് പാടുന്നത്? ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ അറിയില്ലേ? തമിഴ് ഗായിക. തമിഴല്ലടോ, ഹിന്ദി. അത് അങ്ങനെയാക്കിയത് ലതാ മങ്കേഷ്കർ ആണോ? रात भर जिया चले जानू ना जानू ना जानू ना सखी जिया चले जान चले नीनू तले दुआ चले दुआ चले. അടുത്തതാരാ? വെറൈറ്റി ആയിട്ട് ആരാ? ഹിമേഷ്. ഹിമേഷ്, ഹിന്ദി സിംഗർ ഹിമേഷ്. ഹിമേഷ്. आशिक बनोयो आशिक बनोयो आशिक बनोयो तेरे बिन सोन सोनी निगाहें तेरे बिन पल्स पल्सी निगाहें तेरे बिन मुझे शर्में निगाहें तेरे बिन. വളരെ നന്നായിട്ട്. അടുത്തതാരാ? അടുത്ത എസ് ജാനകി. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി ആരി പ്രേമ പൂജ പുഷ്പവുമാനി തീരുവതാരി ഇനി ആരാ ഉള്ളത്? KPC സുലോചന. KPC സുലോചന. നാടകഗാനങ്ങളുടെ ശ്രദ്ധയായ KPC സുലോചന. മാനത്തെ മാളികയിൽ ഇരിക്കുന്ന നാണം കുണുങ്ങിയില്ലേ അപ്പലുകളിൽ നിന്നും എനിക്കൊരു കുപ്പി വട തരുമോ അമ്പിലിയമ്മാവ താമര കൊമ്പിലെന്തുണ്ട് കൊമ്പിടിരിപ്പാണോ മാനത്തെ കൊമ്പന പുറത്ത്. അടുത്തതാരാ? വിദ്യയുടെ ശബ്ദം. ഈ കൊച്ചുകുട്ടികളുടെ ശബ്ദത്തിൽ പാടുന്ന വിദ്യ. ഒന്ന് കേൾക്കട്ടെ. ഇനി വല്ലവരുണ്ടോ? അലക്സിന്റെ ശബ്ദം. അത്ഭുത ദീപ് എന്ന സിനിമയിൽ പാടിയ അലക്സ്. അതുകൂടെ കേൾക്കട്ടെ. ഇന്നലെ ചപ്പനത്തിൽ കണ്ടുമുട്ടിയ കളിപ്പനെ ചപ്പനത്തിലെന്നെ കാണാൻ ഇറങ്ങി വന്നോളെ കടലിന് കടലിന് കറുത്തൊരു മുത്തടുത്ത് നിനക്കായി കോർത്തെടുത്തത് കഴുത്തിലിട്ടോളെ വലയിൽ കുടുങ്ങി കെട്ടിയ മീനെ പൊന്മീനെ ബാൽ കണ്ണെടുത്ത് വന്നൊരു മീനെ പൊന്മാനെ നല്ല കുണുങ്ങി കുണുങ്ങി ഇറങ്ങി വന്നാട്ടെ. എന്തായാലും എന്റെ സിനിമയിൽ ഒരു പാട്ട് കുട്ടി പാടിയിരിക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ. എന്താ തനിക്കൊരു മാറ്റം? അപ്പോ ഞങ്ങളെപ്പോ ഞങ്ങളോ? അല്ല, നായിക അവളാണെങ്കിൽ പിന്നെ നായകൻ ഞാനാണല്ലോ. ഇവിടെ ആ കുട്ടിക്ക് കഴിവുണ്ട്, ആ കുട്ടിക്ക് ഞാൻ ചാൻസ് കൊടുത്താൽ. തനിക്ക് എന്ത് കഴിവാ ഉള്ളത്? നായകനായിട്ട് അഭിനയിപ്പിക്കാന്ന് പറഞ്ഞു. ഇവിടെ തനിക്ക് എന്ത് കഴിവാ ഉള്ളത്? എനിക്ക് കഴിവുണ്ട്. എന്താ? എന്റെ അമ്മാന്റെ മോളാണ്. ഇവിടെ അമ്മാവന്റെ മോളെ ആ കുട്ടിക്കല്ലേ കഴിവ്, തനിക്കില്ലല്ലോ. എനിക്ക് കഴിവുണ്ടെന്നേ. എന്ത് കഴിവ്? ഞാൻ പറഞ്ഞുതരാം. എന്റെ
അമ്മാവന്റെ മകളാണ് അത്. കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ട്? കലാപരമായിട്ടും കഴിവുണ്ട്. എന്ത് കഴിവ്? അങ്ങനെയൊന്നും അങ്ങോട്ട് പറഞ്ഞു പോകല്ലേ. എന്ത് കഴിവുള്ള? ഞാൻ സിനിമാടന്മാരുടെ ശബ്ദമൊക്കെ അനുകരിക്കും. മിമിക്രിയാ? പിന്നെ മിമിക്രിയിൽ ആരുടെ ശബ്ദ ആക്ഷനൊക്കെ എടുക്കുന്നത്? ജയന്റെ അനുകരിക്കും, എല്ലാവരെയും. ഇവിടെ മിമിക്രി എന്ന് പറഞ്ഞാൽ എളുപ്പം പഠിക്കാനും പറ്റില്ല. താനെ എന്താ കാണിക്കുന്നത്? ഞാൻ ജയന്റെ എടുത്തു കഴിഞ്ഞാൽ സാറിന്റെ സിനിമയിലേക്ക് ഒരു ചാൻസ് തരും. തീർച്ചയായും. ജയന്റെ ആക്ഷൻ ശബ്ദമൊക്കെ അതേപോലെ ഒന്ന് കാണി, ജയന്റെ ഒന്ന് കാണിച്ചേ, ഓക്കേ അല്ലേ? കാണട്ടെ. ആ ജയൻ. ഡയലോഗ് പറ. ജയന്റെ ഡയലോഗ് പറ. രണ്ടും കൂടെ നടക്കിയല്ല. ജയന്റെ ഡയലോഗ് പറയാൻ. രണ്ടും കൂടെ നടക്കിയല്ലേ. എന്നാ മസിൽ വിട്. ഈ ജയനെ സമ്മതിക്കണം കേട്ടോ. എന്താ ഈ രണ്ടും കൂടെ പുള്ളി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും? മേലെ മിമിക്രി എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറയാം. ഒന്നൊക്കെ അടുത്ത് വിടാവേ, രാവിലെ വന്നാണല്ലോ ഞാൻ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു അടിപൊളി ഒരാൾ വന്നിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ നോക്കി കമലഹാസൻ, ബാക്കിൽ നോക്കി സൽമാൻ ഖാൻ, സൈഡിൽ നോക്കി അമീർ ഖാൻ, അങ്ങനെ മൊത്തത്തിലൊരു ഖാനാണ്. എന്നാ ഗാനം ഇങ്ങോട്ട് കടത്തി വിടും. അകത്ത് വന്നിട്ടാണ് മേ കമിൻ സാർ ചോദിക്കുന്നത്. പിന്നെ തന്റെ പുറത്ത് കയറി നിന്നിട്ട് മേ കമിൻ സാർ ചോദിക്കാൻ പറ്റും? എല്ലാം പ്രശ്നം എന്താ ഇത്? അതെനിക്കറിയാൻ പാടില്ല. എടോ, ഇത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അത് അപേക്ഷയാണ്, അത് പൂരിപ്പിച്ചു കൊണ്ടുവരണം. എഴുതാൻ അറിയാമെങ്കിലല്ലേ പൂരിപ്പിക്കാൻ പറ്റും. തൊഴിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാണ്. ആണല്ലേ? എന്താ പേര്? ദിർദിക് റേഷൻ. ദിർദിക് റേഷനാ? അത് അങ്ങനെ പേരിട്ടത്? എന്റെ അമ്മ ദിർദിക് റേഷൻ മേടിക്കാൻ പോയപ്പോഴാണ് എന്നെ പ്രസവിച്ചത്. അപ്പൊ തന്നെ ഒറ്റ പേരും കിട്ടും, ദിർദിക് റേഷൻ. സെക്സ് താല്പര്യമുണ്ട്. ഷക്കീല, മറിയ, രേഷ്മ, സിന്ധു ഒറ്റപ്പെടോ, ഞാൻ വിടൂല. എടോ അതല്ല. അച്ഛന്റെ പേര്? അയ്യോ, കുഴക്കണ ചോദ്യമാണല്ലോ സാർ. എടോ അച്ഛന്റെ പേരാ ചോദിച്ചത്. ആലോചിക്കട്ടെ. കുമാരൻ, വർഗീസ് അല്ല, തങ്കം. അമ്മ ആ തള്ളോട് ചോദിച്ചു. എടോ അച്ഛന്റെ പേര്? അവിടെ ഡിസ്കവറി എന്ന് എഴുതിക്കോ. ഡിസ്കവറിയാ എന്ന് വെച്ചാ? കണ്ടുപിടിച്ചുകൊണ്ടിരിക്കേ. അച്ഛന്റെ വരവ്? അടിച്ചു വിറ്റായിട്ട് 4 കാലില്. എടോ അതല്ല, അച്ഛന്റെ സമ്പാദ്യം? 12 മക്കൾ. അപ്പൊ അച്ഛൻ എന്തായിരുന്നു പണി? ഇതന്നെ പണി. മദർ ടങ്. മദർ എന്ന് പറഞ്ഞ അമ്മ, ടങ് എന്ന് പറഞ്ഞ നാക്ക്, അമ്മയുടെ നാക്ക് കരുനാക്ക. പറയാൻ കാരണമുണ്ട് സാറേ. എന്റെ കൊച്ചച്ഛനെ 3 മക്കൾ ശബരിമലയ്ക്ക് കെട്ടി നിറച്ച് വെച്ചേക്കായിരുന്നു. കെട്ടെടുത്ത് തലയിൽ വെച്ചപ്പോഴത്തേന് ഈ കരുനാക്കുള്ളതല്ല. എന്റെ സ്വാമിയേ, എന്റെ മക്കളൊന്നും വരുത്തല്ലേ എന്ന് ഒറ്റ വിളി. 3 കൊല്ലായി ഒറ്റണം തിരിച്ചു വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ കരുനാക്കാണെന്ന്. ഒരു കാര്യം പറയട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഭക്തിയുടെ കാര്യമാണ്, മനസ്സിലായല്ലോ? എനിക്കും ഭക്തിയുണ്ട്. തന്നെ കണ്ടിട്ട് ഭക്തിയുള്ള ലുക്കില്ല. ഞാൻ അയ്യപ്പ സ്വാമിയുടെ മെയിൻ ഭക്തനാണ്. അയ്യപ്പ സ്വാമിയുടെ എല്ലാ കൊല്ലം പോയി. ഇത്തവണ മകരവിളക്കിനും കൂടി പോയിട്ട് വന്നാ ഞാൻ. തന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പോകണം. ഞാൻ കാര്യം, ഈ ശരണം വിളിച്ച് വന്ന് അത് ഏറ്റു വിളിക്കറിയോ? ശരണം വിളിച്ച ഏറ്റു വിളിക്കൂ. അങ്ങനെയാണ് വിളിക്കല്ലോ. സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ പോക്ക് നിർത്തും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ എന്തിനാ സാറേ എപ്പോഴും പോയി ബുദ്ധിമുട്ടിക്കണം? ഇതാ തനിക്ക് കലാപരമായിട്ട് യാതൊരു കഴിവില്ല. എനിക്ക് കലാപരമായിട്ട് കഴിവില്ലെന്ന് പറയരുത്. ഞാൻ മിമിക്രി പഠിപ്പിക്കുന്ന സ്കൂളിൽ ഇതുപോലത്തെ പല പാട്ടും പാടി കൈയടി മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എന്താ പറഞ്ഞേ? മിമിക്രി പഠിപ്പിക്കുന്ന സ്കൂളിൽ. മിമിക്രി പഠിപ്പിക്കുന്ന സ്കൂളാ? എടോ, മിമിക്രി എങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല? ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്. എന്റെ സാറേ, സാറിന് പഠിക്കണമെന്ന് എന്റെ മുഖത്തോക്കി പറഞ്ഞു. ഞാൻ ഇപ്പൊ പഠിപ്പിക്കാം. താൻ എന്നെ മിമിക്രി ഞാൻ പഠിപ്പിച്ചുതരാം. എന്നെയോ? പഠിക്കണോ? പഠിക്കണം. ഒക്കെ പഠിപ്പിച്ചുതരാം. പക്ഷെ എനിക്ക് ഇവിടെ തൊഴിൽ തന്നെ. തീർച്ചയായും. അപ്പൊ സാറിന് മിമിക്രിയിൽ ആരുടെ എന്താ പഠിക്കണ്ട? അല്ല, മിമിക്രിയിൽ ഷൈൻ ചെയ്യാൻ പറ്റിയതാണ് സിനിമാ നടന്മാരുടെ ആക്ഷൻ ഒക്കെ. സിനിമാ നടന്മാരുടെ നടപ്പ് വെച്ച പാടുമ്പോഴോ? അതെ. ഓക്കെ. ഏത് നടന്റെയാണ് ആദ്യം പഠിക്കണ്ട? മമ്മൂട്ടി. നിമിഷ നേരം കൊണ്ട് ഞാൻ പഠിപ്പിച്ചുതരാം. എന്നെയോ? എനിക്ക് തൊഴിൽ എന്നോട്ടാ. പോയിക്കടാ അവിടെ. അപ്പൊ ഞാനാ സാറ്, ഞാനില്ല പഠിപ്പിക്കണം. പോടാ അവിടെ. പോയിക്കടാ. ആ നടത്തു വാ. മമ്മൂട്ടി. ഇതെന്താ ചാളക്കാരൻ മമ്മൂട്ടി? മെഗാസ്റ്റാർ മമ്മൂട്ടിനാണ് പഠിക്കാൻ പോണം. കൂളിംഗ് ക്ലാസ് ഉണ്ടാ? എടുത്ത് വേഗം വയ്ക്കും. മമ്മൂട്ടി എപ്പോഴും ക്ലാസ് വയ്ക്കും. വേഗം വെച്ചോ. ഇനി ഇതേ കൈ ഇങ്ങനെ പിടിച്ചോ. അവിടെ 50-ന്റെ 25-ന്റെ പൈസ എന്തോ പോയിട്ടുണ്ട്. ഇതിങ്ങനെ കേട്ടാ. ഇനി ചുണ്ട് അക്വറിയത്തിൽ കിടക്കുന്ന മീനെ കണ്ടിട്ടുണ്ടോ? അതുപോലെ അത്ര മതി. ഇനി വലത്തേക്കാലിലെ ഷൂ അങ്ങോട്ട് ഊരിക്കള. വലത്തേക്കാലിലെ ഷൂ ഊരിക്കളടാവേ. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മമ്മൂട്ടി. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. മമ്മൂട്ടി 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 മമ്മൂട്ടി. അടിപൊളിയല്ലേ? വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ നിസാരമായിട്ട്. ഇനി പഠിപ്പിക്കോ? ഏത് നടന്റെ പഠിക്കണ്ടേ? ബാലേന്ദ്രനെ പഠിക്കാൻ ഇത്ര നേരം പോലും വേണ്ടേ? പിന്നെ സാറിന് ഒരു മാസം എത്ര കറണ്ട് ബില്ല്? 300 രൂപ. അടുത്ത മാസം ഒരു 3000 രൂപ വന്നാലോ? അങ്ങനെ നിൽക്കട്ടെ. ബാലേന്ദ്രന്റെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു വരട്ടിയൂറി ഉണ്ട്. ഇല്ല, വേണം. പുള്ളിക്ക് അത് എപ്പോഴും വേണം. അങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. ടവലുണ്ടാ? ടവൽ എന്തിനാ? എടുത്ത തലേ കെട്ട്. 3000 രൂപ കറണ്ട് ബില്ല് വന്ന ആർക്കാണ് തലവേന വരാത്ത? തൊഴിലിന്റെ കാര്യം മറക്കല്ലേ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോണോ ബാലേന്ദ്രൻ. വേഗം അവിടെ പോയി നിൽക്ക്. പോയിക്ക്. ഇനി ഞാൻ പറയണ ശ്രദ്ധിച്ചോളണം. മുകളിൽ എലിയുണ്ട്, താഴെ പൂച്ചയുണ്ട് കേട്ടാ. നേരെ നോക്ക്. അപ്പൊ റെഡി. 3000 രൂപ കറണ്ട് ബില്ല്. വരട്ടൂറി മാന്തിക്കോ. ഇനി നടന്നോ. മുകളിലി താഴെ പൂച്ച, മുകളിലി താഴെ പൂച്ച, മുകളിലി താഴെ പൂച്ച, മുകളിലി താഴെ പൂച്ച. അടിപൊളിയല്ലേ?
അതെ അതെ അതെ. ഞാൻ ആരുടെയൊക്കെയാ മോൻ? അയ്യോ അപ്പൊ എന്റെ തൊഴിൽ തൊഴിലല്ല, തൊഴിൽ. തൊഴിൽ. എടോ മലയാള ഭാഷ ശരിക്കും സംസാരിക്കാൻ തനിക്ക് ഞാൻ എങ്ങനെ ജോലി തരും? എന്റെ മലയാള ഭാഷയ്ക്ക് എന്താ കുഴപ്പം? എടോ തന്റെ മലയാള ഭാഷയ്ക്ക് എന്നല്ല, കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാവരും മലയാളം പറയുന്നത് പലരും പല തരത്തിലാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ കാരണം എന്നാ കണ്ടു നോക്ക്. എവിടാ? ഈട്ടാവട്ടം പോലെയുള്ള കേരളത്തിൽ മലയാളം പറയണ കേൾക്കണ പല മാതിരി. കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോടും ഭാഷ കേൾക്കാം പലതരത്തിൽ. ഭാഷയൊന്നാ, ശൈലികൾ പല പലതരമാ, വാക്കു പലതാ, അർത്ഥം കേട്ടാൽ ചിരി വരും ഷുവറ. ഓരോരോ ജില്ലക്കാരും പലതരത്തിൽ തലതിരിവാക്കി മലയാളം മലയാളിക്കും മനസ്സിലാകാത്തതുപോലായി. ഇട്ടവട്ടം പോലെയുള്ള കേരളത്തിൽ മലയാളം പറയണ കേൾക്കണ പല മാതിരി. കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോടും ഭാഷ കേൾക്കാം പലതരത്തിൽ. തിരുവനന്തപുരംകാര് വേറെ വേറെ വേരകും, കണ്ണി കാണുമ്പോഴേ തുര തിരക്കും. എന്തൊരു ഹാപ്പി, എന്തൊരു ഹാപ്പി. അപ്പി എന്ന് കേട്ടാൽ തൃശ്ശൂരുകാരോടക്കും, കാലി കയറിയിട്ട് ഉടനടി ചെറുക്കും. എന്തുട്രണ്ട കടിയേ, എന്തുട്ര കന്നല്ലേ. കൊച്ചിക്കാര് കേട്ട് ചിരിക്കണ്, ആഹാ കളിയാക്കി അവർ ചിരിക്കണ്. ഞങ്ങ കൊച്ചിക്കാര് പറയണ ഭാഷയല്ലേ നല്ല ഭാഷ. ഞങ്ങളുടെയൊക്കെ പെണ്ണുങ്ങള് പൈപ്പിന്റെ ഒക്കെ ചോട്ടി വന്ന് പറയണ ഭാഷ കേട്ടാ നിങ്ങൾക്കൊക്കെ കൊതി വരും. കൊച്ചി വന്ന് താമസിക്കാൻ ചെത്തു പിള്ളേരോടി വരും. കൊച്ചി കണ്ടെന്നാ ലച്ചി വേണ്ടെന്നാ പെണ്ണുങ്ങട പുറകെ വന്ന കറി കത്തി വെച്ചു തൊളയിടും.